സിംഹങ്ങളുള്ള ഒരു കാട്ടിൽ വെച്ച് കണ്ടുകിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാഴ്ചകളിലൊന്നാണ് ലയൺ കപ്സിൻ്റെത്. അവർ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഓവർ പ്രൊട്ടക്റ്റീവ് ആണ് എന്നുള്ളത് തന്നെയാണ് റീസൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോ അങ്ങനെ ഒരു റയർ സൈറ്റിങ്ങിനെ കുറിച്ചാണ്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ക്രിഷ് വണ്ടർലസ്റ്റ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇനി 2 സഫാരീസാണ് നമുക്ക് ഗിറിൽ ബാക്കിയുള്ളത്. കഴിഞ്ഞ സഫാരീസിൻ്റെ ക്ലൈമറ്റ് പ്ലസൻ്റ് ആയിരുന്നെങ്കിലും ഇന്ന് മഴ പെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഗിറിൽ സഫാരിക്ക് പോകുമ്പോൾ പലപ്പോഴും കാണപ്പെടുന്ന ഒരു കാഴ്ചയാണ് ട്രാൻസ്ജെൻഡേഴ്സ് കൈകൂപ്പി ഇങ്ങനെ കാശ് ചോദിക്കുന്നത്. അവർക്ക് കാശ് കൊടുത്തിട്ട് പോയാൽ സിംഹങ്ങളെ കാണാനുള്ള ലക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്നത്തെ സഫാരിയിൽ നമുക്ക് ആദ്യം കിട്ടിയ സൈറ്റിംഗ് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന സ്പോട്ടഡ് ഡിയർ അഥവാ ചീത്തലാണ്. അവസാനത്തെ ചെക്ക് പോയിന്റിൽ വണ്ടിയുടെയും ടിക്കറ്റിൻ്റെയും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമ്മൾ അടുത്ത സഫാരിക്ക് കയറുകയാണിപ്പോൾ. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അധികം താമസിക്കാണ്ട് മഴ സ്റ്റാർട്ട് ചെയ്തു. ഓപ്പൺ ജീപ്പിലിരുന്ന് മഴ നനയുന്നതിനെക്കാട്ടിലും ടെൻഷൻ ക്യാമറയുടെ കാര്യത്തിലായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പുള്ളിമാൻ്റെ കുഞ്ഞ് റോഡ് സൈഡിൽ നിൽക്കുന്നു. മഴയൊക്കെ നനഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ടത് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. സഫാരി മുമ്പോട്ട് പോകുന്തോറും മഴയുടെ ശക്തി കൂടിക്കൂടി വരികയാണ്. ഫ്രണ്ടിലെ കണ്ണാടി ഉള്ളതുകൊണ്ട് ഡ്രൈവറും ഗൈഡും സേഫായിട്ട് അതിന് താഴെ ഇരിക്കുകയാണ്. ഞങ്ങളാണ് ആകെ പെട്ടുപോയത്. ഓപ്പൺ ജീപ്പിൽ ഒരു പ്രൊട്ടക്ഷനും ഇല്ലാണ്ടിരുന്ന് മഴ നനഞ്ഞൊരു സഫാരി അതൊരു വെറൈറ്റി തന്നെയായിരുന്നു. കുറേ ആൾക്കാർ എപ്പോഴും റെയിൻകോട്ട് കൊണ്ട് നടക്കുന്നതുകൊണ്ട് അത് വെച്ച് ക്യാമറയെല്ലാം ഞങ്ങൾ സേഫാക്കി. ഈ പെരുമഴയത്ത് നമുക്ക് കിട്ടിയ അടുത്ത സൈറ്റിംഗ് നീൽഗായുടെ കുഞ്ഞും അമ്മയുമാണ്. സഫാരി വെഹിക്കിൾ കണ്ടപ്പോൾ കുഞ്ഞിന് കുറച്ച് കൗതുകമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അമ്മ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെ അങ്ങനെ നിൽക്കുകയായിരുന്നു. മഴയുടെ കൂടെ നല്ല ഇടിയും മിന്നലും തുടങ്ങിയിട്ടുണ്ട്. സിംഹങ്ങളുള്ള ഒരു കാടിനകത്ത് ഓപ്പൺ ജീപ്പിലിരുന്ന് ഫുൾ മഴയും നനഞ്ഞ് പോകുന്ന ഒരു എക്സ്പീരിയൻസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കേരളത്തിലെ കാടുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ഓപ്പൺ ഫോറസ്റ്റ് ആണെങ്കിലും ഇവിടുത്തെ ലാൻഡ്സ്കേപ്സിൻ്റെ ഭംഗി ഒന്ന് എടുത്തു പറയേണ്ടതാണ്. ഒരു ലയൺ സഫാരിയിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല കാഴ്ചകളിലൊന്ന്. ഞങ്ങളുടെ തന്നെ ഗ്രൂപ്പിലുള്ള മറ്റേ വണ്ടിയിലുള്ള ജോൺസൺ ബ്രോയ്ക്ക് കിട്ടിയ വിഷ്വലാണിത്. ഒരു അഡൽട്ട് ഏഷ്യാറ്റിക് ലയൺ മെയിൽ, ശരിക്കും കാട്ടിലെ രാജാവ്. വലിപ്പവും സടയും ആഫ്രിക്കൻ ലയൺസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി കുറവാണെങ്കിലും ആളുടെ ഗാംഭീര്യം ഒരു രക്ഷയില്ല. മഴ കൂടെ പെയ്തു കഴിഞ്ഞപ്പോൾ ഗിർ ഫോറസ്റ്റിലെ ആ പച്ചപ്പും ഭംഗിയൊക്കെ ഒന്നുകൂടി കൂടിയതായിട്ടാണ് തോന്നിയത്. ഒരു ഫ്ലഡ് ഉണ്ടാവാനായിട്ട് വളരെയധികം ചാൻസ് കൂടിയ ഒരു ടെറൈനാണ് ഗിർ ഫോറസ്റ്റിലേത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള പല സോണുകളിലും നമുക്ക് വണ്ടിയായിട്ട് പോകാനായിട്ട് പറ്റാത്ത അവസ്ഥയുണ്ടാകും. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് മൺസൂൺ സമയത്ത് ഗിറിലെ പല സോണുകളും ക്ലോസ്ഡ് ആവുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കണ്ട കൗതുകമുള്ളൊരു കാഴ്ചയാണ് ഏകദേശം ഒരേ സൈസിലുള്ള കൊമ്പുകളുള്ള മാൻകൂട്ടം. ഇങ്ങനെ ഒരു കൂട്ടത്തിന് ഒരേ സമയത്ത് കൊമ്പ് പൊഴുകയും പുതിയത് വരികയും ചെയ്യുന്നത് അത്ര കോമൺ ആയിട്ട് നടക്കുന്ന സംഭവമായിട്ട് തോന്നിയില്ല. ഞങ്ങളുടെ കൂടെയുള്ള ഗ്രൂപ്പിലെ മറ്റുള്ളവരാണ് ഈ വണ്ടിയിൽ. അവരും സെയിം സോണിൽ തന്നെ ആണെങ്കിലും വേറെ റൂട്ടിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് പോകുമ്പോൾ കിട്ടിയ മറ്റൊരു കൗതുകമുള്ളൊരു കാഴ്ചയായിരുന്നു ഒരു മ്ലാവിൻ്റെ ഫാമിലി മൊത്തം റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. ഇതൊരു അമ്മയും കുഞ്ഞും അച്ഛനും അടങ്ങുന്നൊരു ഫാമിലിയാണ്. കുഞ്ഞ് കൂടെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ടാണ് ഇവർ റോഡ് ക്രോസ് ചെയ്യുന്നത്. ഒരുപാട് സമയം കറങ്ങിയിട്ടും സിംഹങ്ങളെയൊന്നും പിന്നെ കാണാൻ സാധിക്കാത്തതുകൊണ്ട് ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ട് വരാം എന്നുള്ള രീതിയിൽ നമ്മൾ സോണിൻ്റെ മറ്റൊരു പാർട്ടിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്ന പോലെ ഇവരിപ്പോൾ ഉപയോഗിക്കുന്ന ഈ വെഹിക്കിൾ ഈ ഒരു ടെറൈന് പറ്റിയൊരു വെഹിക്കിളല്ല. നമുക്ക് അടുത്തതായിട്ട് കിട്ടിയ സൈറ്റിംഗ് ആണ് ചാരമുണ്ടി അഥവാ ഗ്രേ ഹെറോൺ.
മൃഗങ്ങളെ സൈറ്റ് ചെയ്യാനായിട്ട് ഗിറിൽ ഏറ്റവും യോജിച്ച സമയം സമ്മർ തന്നെയാണെങ്കിലും മൺസൂൺ സമയത്തും മറ്റും ഇവിടെ ഉള്ള ഒരു പച്ചപ്പുണ്ടല്ലോ, അത് കാണാൻ വേണ്ടി മാത്രം ഇവിടെ വന്നാൽ നഷ്ടമൊന്നുമില്ല. വീണ്ടും കിട്ടി നമുക്കൊരു പുള്ളിമാൻ്റെ കൂട്ടത്തിന്. നോർമൽ ഫോറസ്റ്റ് റൂട്ടിൽ നിന്ന് മാറി നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കമലേശ്വർ വ്യൂ പോയിൻറ്റ്. ഈ ഒരു വ്യൂ പോയിന്റിൽ ഒരു വാച്ച് ടവർ ഉണ്ട്. അതിന് മേളിൽ നിന്നാൽ നമുക്ക് കമലേശ്വർ ഡാം റിസർവോയറിൻ്റെ ഒരു 360 വ്യൂ കിട്ടും. ഒരു ലാൻഡ്സ്കേപ്പ് എന്നുള്ള രീതിയിൽ ഒരു കാടുകളിലും കാണാൻ കിട്ടാത്ത അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്കിത് തോന്നിയത്. ഇതൊരു സൈറ്റ് സീയിങ് ഏരിയ മാത്രമായിട്ടല്ല അവർ കൺസിഡർ ചെയ്യുന്നത്. ഈ സഫാരിക്കിടയിൽ ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് കൂടി ഇങ്ങോട്ട് ആൾക്കാരെ കൊണ്ടുവരാറുണ്ട്. ഇവിടെ റെസ്റ്റ് റൂമും മറ്റ് ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വാച്ച് ടവർ. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണെങ്കിലും ഇവിടെയും പക്ഷേ വെള്ളത്തിൽ മഗർ ക്രോക്കഡൈൽസ് ഉണ്ട്. കമലേശ്വർ വ്യൂ പോയിന്റിലെ കാഴ്ചകൾ കണ്ട് തിരിച്ച് നമ്മൾ പോവാണ്. ഇനി നമുക്ക് ഒരു സഫാരിയാണ് ബാക്കിയുള്ളത്. നമ്മുടെ അവസാനത്തെ സഫാരി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ്. ഇത് സോൺ 2. ഇത്തവണയും മഴയ്ക്ക് പ്രത്യേകിച്ച് കുറവൊന്നുമില്ല, പക്ഷേ വി ആർ വെൽ പ്രിപ്പയർഡ്. നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിനടുത്തുള്ള കാറിൻ്റെ കാർ കവറാണ് ഇന്നത്തെ നമ്മുടെ ആയുധം. ആ ഒരു കാർ കവർ കാരണം സെക്കൻഡ് റോ സേഫായി. ഏറ്റവും പിന്നിലിരിക്കുന്ന റോയിലുള്ള ഞങ്ങൾക്ക് ക്യാമറ സേഫ് ആക്കുക എന്നുള്ളതായിരുന്നു ഇമ്പോർട്ടൻറ്റ്. അതിന് റെയിൻകോട്ട് ഉണ്ടല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്ന ഗിർ ഫോറസ്റ്റിനകത്തുള്ള 45 ട്രൈബൽ കോളനീസിൻ്റെ ഒരു കോളനിയാണ് ഇത്. ഇവിടെ ഇപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ട്. കന്നുകാലികളെ മേയ്ക്കലാണ് ഇവരുടെ മെയിൻ തൊഴിൽ. ഈ കോളനീസ് എല്ലാം ഗിർ ഫോറസ്റ്റിൻ്റെ കോർ ഏരിയയിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. മഴയ്ക്ക് പ്രത്യേകിച്ച് കുറവൊന്നും വരാത്തതുകൊണ്ട് സഫാരിയുടെ മുക്കാൽ പാർട്ടും ഇവരെല്ലാം കാർ കവറിനകത്ത് തന്നെയായിരുന്നു. മുമ്പോട്ട് പോകുമ്പോൾ ഒരു മരത്തിനടുത്ത് ഒരുപാട് വണ്ടികൾ നിർത്തിയിരിക്കുന്നുണ്ട്. അതൊരു മീൻ കൂമൻ അഥവാ ബ്രൗൺ ഫിഷ് ഔളിൻ്റെ നെസ്റ്റിംഗ് ഏരിയ ആണെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. നെസ്റ്റ് ഒന്നും കണ്ടില്ലെങ്കിലും ആളിനെ എന്തായാലും കാണാൻ പറ്റി. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു പറ്റം പുള്ളിമാൻ സഫാരി പാത്ത് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുന്ന കണ്ടു. അനിമൽ ക്രോസിംഗ് എപ്പോഴും ഭംഗിയുള്ളൊരു വിഷ്വൽ തന്നെയാണ്. ഇതാ സഫാരി പാത്തിൽ ലയണിൻ്റെ പക്മാർക്ക് കണ്ടിട്ടുണ്ട്. വീണ്ടും ഒരു ലയൺ സെറ്റിംഗ് എന്നുള്ള ചാൻസസ് ആണ്. ലയണിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ട്രാക്കർ നിൽക്കുന്നുണ്ട്. ഓരോ വണ്ടിയായിട്ട് ലയൺ ഉള്ള സ്ഥലത്തേക്ക് 1-2 മിനിറ്റ് നേരത്തേക്ക് മാത്രമേ അവർ വിടുന്നുള്ളൂ. ഇത്തവണത്തെ ലയൺ സഫാരി ഒരു കംപ്ലീറ്റ് സഫാരി ആണെന്ന് ഇപ്പോഴാണ് തോന്നിയത്. 2 മാസത്തിന് താഴെ മാത്രം പ്രായം വരുന്ന ചെറിയ ലയണിൻ്റെ 2 കബുകളും ഒരു മദറുമാണ് ഇവിടെ ഉള്ളത്. സാധാരണ ഇത്രയും ചെറിയ കബിനെ കാണാനായിട്ട് കിട്ടാറില്ല. അൺലൈക്ക് അതർ അനിമൽസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ലയണിൻ്റെ റീപ്രൊഡക്ഷൻ. മീറ്റിംഗ് സീസണിൽ 3000-ഓളം തവണ മേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു ഫീമെയിൽ ലയൺ കൺസീവ് ആവുന്നത്. അതായത് ഒരു ദിവസത്തിൽ 50 തവണയിലേറെ. 2 മുതൽ 4 കപ്സ് വരെയാണ് നോർമലി ഉണ്ടാവാറ്. തീരെ കുഞ്ഞായിരിക്കുമ്പോൾ വൾണറബിൾ ആയിട്ടുള്ള ഇവരെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടു നടക്കുന്ന നല്ലൊരു ടാസ്ക് തന്നെയാണ്. ഇവിടുത്തെ കൺസർവേഷൻ്റെ ഭാഗമായിട്ട് ട്രാക്കേഴ്സ് ഈ ലയൺസിനെ ട്രാക്ക് ചെയ്ത് നടക്കുന്നതിൻ്റെ മെയിൻ റീസൺസിലൊന്നും അതാണ്. ഇപ്പോൾ ഈ ഫീമെയിൽ ലയൺ എന്തോ ഒരു ത്രെറ്റ് ഡിറ്റക്ട് ചെയ്തിട്ട് കുട്ടികളെ സേഫ് ആവാൻ വേണ്ടി അലേർട്ടായിട്ട് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. അമ്മയുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് കുട്ടികളും അലേർട്ടായിട്ട് ഒരു സ്ഥലത്ത് അനങ്ങാണ്ടിരിക്കുകയാണ്. ഇനി അതൊരു ത്രെട്ടല്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ മാത്രമാണ് ഇവർ നോർമലായിട്ട് പെരുമാറാൻ തുടങ്ങുന്നത്.
ഏതായാലും ത്രെട്ടില്ലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ കാഴ്ചകൾ ജീവിതത്തിൽ കാണാൻ പറ്റുന്ന ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകളിലൊന്നായിരുന്നു. തങ്ങൾക്ക് ഏറ്റവും സേഫ് എന്ന് തോന്നുന്ന അമ്മയുടെ അടുത്ത് നിന്നിട്ട് അമ്മയുടെ കൂടെ ഇങ്ങനെ കളിച്ച് നടക്കുന്ന ഈ 2 സിംഹക്കുട്ടികളുടെ കാഴ്ചകൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിഷ്വലായിരുന്നു. മറ്റുള്ള ബിഗ് ക്യാറ്റ്സിനെ പോലെ സോളിറ്ററി ആനിമൽ അല്ലാത്തതുകൊണ്ട് കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ സാധാരണ മെയിൽ ലയണും ഇനിഷ്യേറ്റീവ് എടുക്കാറുണ്ട്. ബട്ട് അത് കൂടുതലും കണ്ടുവരുന്നത് ആഫ്രിക്കൻ കാടുകളിലാണ്. ഇന്ത്യൻ കാടുകളിൽ ഫീമെയിൽ പ്രൈഡ്സിൻ്റെ കൂടെ പൊതുവെ മെയിലിനെ കാണാറില്ല. പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ അമ്മയുടെ പ്രൊട്ടക്ഷൻ തന്നെ ധാരാളമാണ്. 2 വർഷത്തിലൊരിക്കലാണ് ഒരു ലയണസ് കൺസീവ് ആവുന്നത്. 105 മുതൽ 112 ദിവസം വരെയാണ് ഇവരുടെ ജെസ്റ്റേഷൻ പീരിയഡ് എന്ന് പറയുന്നത്. ഏകദേശം പ്രസവ സമയം അടുക്കുമ്പോൾ പ്രിഡേറ്റേഴ്സിൻ്റെ കണ്ണിലൊന്നും പെടാത്ത എന്നാൽ വെള്ളത്തിൻ്റെ സോഴ്സ് അടുത്ത് തന്നെയുള്ള ഏതെങ്കിലും ഒരു ഗുഹ ഇവർ തിരഞ്ഞെടുക്കും പ്രസവത്തിനായിട്ട്. ഈ ജനിക്കുന്നതിൽ പാതി ലയൺ കപ്സും 2-3 ആഴ്ചയ്ക്ക് മേളിൽ സർവൈവ് ചെയ്യാറില്ല. സർവൈവ് ചെയ്യുന്നവരെ ഹണ്ടിങ്ങും മറ്റും പഠിപ്പിക്കുന്നത് ഫീമെയിൽ ലയൺ തന്നെയാണ്. അങ്ങനെ കണ്ണ് നിറയെ ലയണിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും തിരിക്കുകയാണ്. സഫാരി ടൈം ഏകദേശം തീരാറായിട്ടുണ്ട്. തിരികെ പോകുന്ന വഴിക്ക് കിട്ടിയ മറ്റൊരു കാഴ്ചയാണ് ഫുഡ് അടിക്കുന്ന നീൽഗായ്. വണ്ടിയുടെ സൗണ്ട് കേട്ട് തിരിഞ്ഞ് ഞങ്ങളെ നോക്കിയെങ്കിലും അത്യാവശ്യം ദൂരമുള്ളതുകൊണ്ട് പുള്ളിയുടെ പ്രോസസ്സ് കണ്ടിന്യൂ ആണ്. തോരാത്ത മഴയും സിംഹവും കുഞ്ഞുങ്ങളും ഒക്കെയായിട്ട് സംഭവബഹുലമായിട്ടുള്ളൊരു സഫാരി തന്നെയായിരുന്നു ഇത്. പക്ഷേ ആനിമൽസ് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാട് മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മുടെ അവസാനത്തെ സൈറ്റിങ്ങും പുള്ളിമാനുകൾ തന്നെയാണ്. ഇത്തവണ ഒരു വ്യത്യാസത്തിനായിട്ട് ഒരു എഗ്രറ്റ് ഇവരുടെ കൂടെ നിൽപ്പുണ്ടായിരുന്നു. സഫാരിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന ഗേറ്റ് വഴി തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതോടുകൂടി ബിഗ് 3 സർക്യൂട്ട് എന്ന് പറയുന്ന ഞങ്ങളുടെ ബിഗ് ക്യാറ്റ്സിനെ അന്വേഷിച്ചുള്ള യാത്ര കഴിയുകയാണ്. പക്ഷേ കാഴ്ചകൾ കഴിയുന്നില്ലല്ലോ. ഇത്രയും നല്ലൊരു മഴവിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതും നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ടോപ്പ് ഫ്ലോറിൽ നിന്നിട്ട്. ഇവിടുത്തെ സൺസെറ്റിന് വരെ എന്തോ ഒരു പ്രത്യേകതരം ഭംഗിയാണ്. അപ്പോൾ ഇനിയും യാത്രകളും വൈൽഡ് ലൈഫും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വീഡിയോസുമായിട്ട് ഞാൻ തിരിച്ചു വരും. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. See you soon with the next one. Until then, adios amigos.